കോഴിക്കോട് വടകര കടത്തനാട് ലേബർ സൊസൈറ്റി തട്ടിപ്പു കേസിൽ കോൺഗ്രസ് നേതാവ് സുധീർ അറസ്റ്റിൽ. ഒളിവിലായിരുന്ന സുധീറിനെ ചേന്ദമംഗലൂരിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടുന്നത്. സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ സൊസൈറ്റിയിൽ കോടികളുടെ വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ വന്നതോടെ സുധീറിന്റെ വീടിന് മുന്നിൽ വയോധികൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിരുന്നു. കഴിഞ്ഞ മെയ് 29-നായിരുന്നു ദാരുണ സംഭവം. തിരുവള്ളൂർ സ്വദേശിയായ ഇബ്രാഹിം ഹാജി സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 22 ലക്ഷം രൂപ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് സുധീർ കുമാറിന്റെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. 2021 മുതൽ 23 വരെയുള്ള കാലയളവിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാനായി ഇബ്രാഹിം ഹാജി സൊസൈറ്റി ഓഫീസിലും സുധീർ കുമാർ അടക്കമുള്ള ഭാരവാഹികളുടെ വീടുകളിലും നിരന്തരം കയറിയിറങ്ങി. എന്നാൽ പണം ലഭിക്കാതെ വന്നതോടെയാണ് സൊസൈറ്റി പ്രസിഡന്റായ സുധീറിന്റെ വീട്ടിലെത്തി ജീവനൊടുക്കിയത്. ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് പിന്നാലെ സൊസൈറ്റിക്കെതിരെ വ്യാപക പരാതികളാണ് ഉയർന്നത്. സഹകരണ വകുപ്പ് നടത്തിയ വിശദമായ പരിശോധനയിൽ സൊസൈറ്റിയിൽ കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തി. ഇതേ തുടർന്ന് സഹകരണ വകുപ്പ് നൽകിയ പരാതിയിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. UDF നേതൃത്വത്തിലുള്ള സൊസൈറ്റിയുടെ ഭാരവാഹിയായ സുധീർ കുമാറിനെ സംഭവത്തിന് പിന്നാലെ DCC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. കേസിൽ സുധീർ കുമാറിനെ കൂടാതെ ബോർഡ് അംഗം റനീഷ്, ബോർഡ് പ്രസിഡന്റ് പ്രീന, ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഷീർ അഹമ്മദ് എന്നിവരും പ്രതികളാണ്. കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന സൂചന. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.